മൂന്ന് ചെയിനിലെ കർഷകർക്ക് പട്ടയം നൽകാമെന്നുള്ള വാഗ്ദാനത്തിൽ പ്രതീക്ഷ വർദ്ധിക്കുന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് നേടാനുള്ള ഉപാധി മാത്രമായാണ് മൂന്ന് ചെയിൻ പട്ടയ വിഷയം മാറുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വാഗ്ദാനമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെയും ആരോപണം. പ്രതിപക്ഷ ആരോപണം ഉയർത്തുന്നതിനിടയിലും കർഷകർ തങ്ങളുടെ പ്രതീക്ഷ കൈവിടുന്നില്ല. ഇടുക്കി പദ്ധതിക്ക് കുടിയിറക്കിയ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന 10 ചെയിനിൽ പട്ടയത്തിനായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. പലവിധ സമരങ്ങൾക്ക് ശേഷം കഴിഞ്ഞ LDF സർക്കാർ 7 ചെയിനിൽ പട്ടയം നൽകി. എന്നാൽ ഭൂരിപക്ഷം കർഷകർ വീട് വെച്ച് താമസിക്കുന്നത് 3 ചെയിനിലാണ്. 7 ചെയിനിൽ പട്ടയം നൽകാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി സമരങ്ങൾ നടന്നു. 3 ചെയിനിൽ ഉടൻ പട്ടയം നൽകുമെന്ന് പ്രഖ്യാപിച്ച സർക്കാർ പ്രതിഷേധം തണുപ്പിച്ചു. എന്നാൽ വർഷം 5 കഴിഞ്ഞിട്ടും പട്ടയം കിട്ടാക്കനിയായി തുടരുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കിയുള്ളത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും 3 ചെയിനിലെ പട്ടയ വിഷയം ഉയർത്തിക്കാട്ടിയാണ് രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് തേടിയത്. വിജയിച്ച ശേഷം പലവിധ കാരണങ്ങൾ പറഞ്ഞ് പട്ടയം നൽകാൻ നടപടി സ്വീകരിച്ചില്ല. 3 ചെയിനിൽ 3 സെന്റ് മുതലുള്ള ഭൂമിയിൽ കുടിൽ കെട്ടിപ്പോലും താമസിക്കുന്നവരുണ്ട്. ഇവർ PMAY പദ്ധതിയിലും ലൈഫ് ഭവന പദ്ധതിയിലും ഉൾപ്പെട്ടവരുമാണ്. ഇവർക്ക് കൈവശ രേഖ പോലും നൽകാൻ റവന്യൂ വകുപ്പ് തയ്യാറാകുന്നില്ല. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് റവന്യൂ മന്ത്രി K. രാജൻ കട്ടപ്പനയിൽ 3 ചെയിനിലും വരുന്ന പട്ടയമേളയിൽ പട്ടയം നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. പ്രതീക്ഷയറ്റ കർഷകർക്ക് പ്രതീക്ഷയുടെ മൊട്ട ഇത് മാറിയിരിക്കുകയാണ്. എന്നാൽ പ്രഖ്യാപനവും വാഗ്ദാനവും മാത്രം പോരാ, 3 ചെയിനിൽ പട്ടയം കിട്ടിയാൽ മാത്രമേ വോട്ടുള്ളൂ എന്നാണ് 3 ചെയിനിലെ കർഷകർ പറയുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ മന്ത്രി K. രാജൻ പട്ടയ വിതരണത്തെ പറ്റി പറയുന്നത് TV-യിൽ കാണാൻ ഇടയായി. അപ്പോൾ 3 ചെയിൻ ഉപ്പുതറ കാഞ്ചിയാറ് അയ്യപ്പൻകോവിൽ പ്രദേശത്തെ 3 ചെയിനും പട്ടയത്തിൽ പെടുത്തുമെന്നൊക്കെ പറയുന്നത് കേട്ടു. ഇതിനു മുമ്പ് ഇങ്ങനെ പല വാഗ്ദാനങ്ങളും വന്നിട്ടുള്ളതാണ്. ഇത്തവണയെങ്കിലും ഈ 3 ചെയിൻകാരെ പരിഗണിക്കാനുള്ള ഒരു താല്പര്യം സർക്കാരും റവന്യൂ വകുപ്പും കാണിക്കണമെന്ന് പ്രത്യേകം പറയുകയാണ്. ഉപ്പുതറ, അയ്യപ്പൻകോവിൽ, കാഞ്ചാർ പഞ്ചായത്തുകളിലെ 3 ചെയിനിൽപ്പെട്ട കർഷകരാണ് പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് തുടരുന്നത്. കൈവശ ഭൂമിക്ക് ഉടമസ്ഥ അവകാശമില്ലാത്തതിനാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിസന്ധിയിലാണ്. പട്ടയത്തിനായി ഓരോ പാർട്ടി ഓഫീസിന്റെ വാതിക്കലും ഓഫീസുകളിലും കയറിയിറങ്ങി നടുവൊടിഞ്ഞവരാണ് 3 ചെയിനിലെ കർഷകർ. ഇനിയെങ്കിലും പട്ടയം ലഭിക്കുമെന്ന വിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ് ഇവിടെയുള്ളവർ. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.